സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി ഫീസ് വർധനവും ഇളവുകളും നാളെ മുതൽ പ്രാബല്യത്തിലാവുകയാണ്. സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കുള്ള തീരുവ യൂണിറ്റിന് 1.2 പൈസയിൽ നിന്ന് 15 പൈസയായി ഉയരുകയാണ് സംസ്ഥാനത്ത്. കേന്ദ്ര സബ്സിഡി നിലനിൽക്കെയാണ് സ്വയം വൈദ്യുതി ഉൽപ്പാദകരെ പിഴിയാൻ സംസ്ഥാനം ഇപ്രകാരം ഒരുങ്ങുന്നതും. ചില കോടതി വ്യവഹാരങ്ങളിലും സമാനമായ രീതിയിൽ ഫീസ് വർധനവുണ്ട് എന്നത് കണ്ടതാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2024 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇളവുകളും അതോടൊപ്പം തന്നെ നികുതി ഫീസ് വർധനവും ഒക്കെ ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. നാളെയാണ് സമയം. എന്തായാലും നാളെ മുതൽ ഇവയെല്ലാം വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, നമ്മുടെ വസ്തു പണയം വെച്ച് വായ്പ എടുക്കുന്നതിലുള്ള ഫീസ് വർധനവ് കൂടി വരുന്നുണ്ട്. അതിനുകൂടി ചെലവ് കൂടുകയാണ് നാളെ മുതൽ എന്തായാലും കേരളത്തിൽ സംസ്ഥാനത്ത്. സമാനമായി സർക്കാർ ജീവനക്കാർക്കായുള്ള ഈ അലവൻസ് വർദ്ധിപ്പിക്കുമെന്നാണ് ഇപ്രാവശ്യത്തെ ബജറ്റിലെ പ്രഖ്യാപനം. അതിനുശേഷം ജീവനക്കാർക്ക് എപ്രകാരമാണ് ശമ്പളം മുടങ്ങിയത് എന്നും കണ്ടതാണ്. എന്തായാലും നാളെ മുതലാണ് ഈ സംസ്ഥാന ബജറ്റിലുള്ള മാറ്റങ്ങൾ നിലവിൽ വരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ മാറ്റങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ എടുത്ത് പറയാനുള്ളത് ഈ സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവരെ കുറിച്ച് തന്നെയാണ്. കാരണം അവർക്കുള്ള തീരുവ യൂണിറ്റിന് 1.2 പൈസയായിരുന്നു നിലവിൽ, അത് 15 പൈസയായി ഉയരാൻ പോവുകയാണ് സംസ്ഥാനത്ത്. തീർച്ചയായും ഈ സ്വയം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് തിരിച്ചടിയാവുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ അടക്കമുള്ള സൂര്യഘർ മുക്തി യോജന, മുക്ത് ബിജ്ലി യോജന എന്ന യോജനയടക്കം ഉള്ളതാണ്. അതായത് 300 യൂണിറ്റ് വരെ ഉൽപ്പാദനത്തിന് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നൊരു രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം പദ്ധതികൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഒരു നീക്കം കൂടി നടത്തുന്നത് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതായത് തീർത്തും ഇത് ജനദ്രോഹപരമായിട്ടൊരു നടപടിയിലേക്കാണ് ഇത്തരത്തിലുള്ള ഈ വിലവർദ്ധനവ് കടക്കുന്നത്. നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ യൂണിറ്റിന് 12 പൈസയിൽ നിന്ന് 15 പൈസയിലേക്കുള്ളൊരു വർധനവായിരിക്കും ഉണ്ടാകുന്നത്. ഇത് ഒരു വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുവാനുള്ള ഒരു സാധ്യതയും ഉണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ ക്യാമ്പയിനൊക്കെ നടക്കുകയൊക്കെ ഉണ്ടായിരുന്നു. കേരള സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ക്യാമ്പയിനുകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത്തരം ക്യാമ്പയിനുകളിലൂടെ എല്ലാം ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തുകയും നിരവധി പേർ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഈ സൗജന്യ ഇലക്ട്രിക് പദ്ധതിയിലൂടെ അല്ലെങ്കിൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ്ജ പദ്ധതിയിലേക്കൊക്കെ വരികയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം ആളുകൾക്കെല്ലാം ഇതിപ്പോൾ തിരിച്ചടിയാകും എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സബ്സിഡിയും ലഭ്യമാകുന്നുണ്ട്. ആ സബ്സിഡി കൂടി ലഭ്യമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാകുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത്. മറ്റുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ബാക്കിയുള്ള കേസുകൾ ഉള്ളവയ്ക്കും ഇതുപോലെയുള്ള വിലവർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതായത് ചെക്ക് കേസിനും വിവാഹമോചന കേസുകൾ അടക്കമുള്ള കേസുകൾക്കടക്കം, കോടതി വ്യവഹാരങ്ങൾക്കടക്കം ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഫീസ് വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരുന്നത്. അതായത് കഴിഞ്ഞ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നിലവിൽ നാളെ മുതൽ ഇത്തരത്തിലുള്ള ഫീസ് വർധനവ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. ഭൂമി പണയം വെക്കുന്നതുമായി ബന്ധപ്പെട്ടും വായ്പ ചെലവ് ഏറുവാൻ ഉള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റബ്ബറാണ്. റബ്ബറിൻ്റെ താങ്ങുവില 170 നിന്ന് 180 ആവുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും നാളെ മുതലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിലവർധനം ഉണ്ടായിരിക്കുന്നത്. അതിലാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നടപടിയിലേക്കാണ് ഈ സംസ്ഥാന സർക്കാർ കടക്കുന്നത്. അതിലാണ് ഏറ്റവും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള സോളാറിൻ്റെ കാര്യം പറഞ്ഞത്, സൗരോർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇതിന്മേൽ ജനങ്ങൾക്ക് ഉണ്ടാകുക. ജനങ്ങളുടെ നടുവൊടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമായിരിക്കും ഉണ്ടാകുക എന്നതിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ സംസ്ഥാനത്ത് വിലവർധനം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. സപ്ലൈകോയിലടക്കം അവശ്യ സാധനങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജനങ്ങൾ നട്ടം തിരിയുന്ന ഒരു അവസ്ഥയുണ്ട്. നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾ, റംസാൻ ഈസ്റ്റർ അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ വിഷു അടക്കമുള്ള കാര്യങ്ങൾക്ക് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പോലും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്താണെങ്കിൽ വിലക്കയറ്റം അതിൻ്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരത്തിന് വരെ
വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ ജനജീവിതം ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വില വർധനവുമായി അല്ലെങ്കിൽ ഫീസ് വർധനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ കോടതി വ്യവഹാരങ്ങളടക്കം സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്നതാണ്. അത്തരത്തിൽ കേസുകളുമായി ബന്ധപ്പെട്ടെല്ലാം പോകുന്നതൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതലൊരു പ്രതിസന്ധിയിലേക്ക് കടക്കുവാനുള്ള സാഹചര്യമുണ്ട്. വൈദ്യുതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ വൈദ്യുതിയുടെ കാര്യത്തിലും സൗരോർജ്ജ പദ്ധതിയിലടക്കം ഇത്തരത്തിലുള്ളൊരു വർധനമുണ്ടാകുന്നത് ജനങ്ങളെ ദുരിതത്തിലാത്തും എന്നതിൽ തർക്കമില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അതിൽ ഈ സൗരോർജ്ജ പദ്ധതിയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. കേന്ദ്ര സർക്കാരിന്റെ അടക്കമുള്ള സബ്സിഡികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയുമായി സംസ്ഥാന സർക്കാർ കടക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. അനു. ശരി പ്രശാന്ത്.